പണ്ട് കേരളത്തിൽ ജീവിച്ചിരുന്ന അതിപ്രശസ്തനായ അകവൂർ ചാത്തനുമായി ബന്ധപ്പെട്ടതാണ് ഈ തിരുവൈരാണിക്കുളം എന്ന പേരിന് പിന്നിൽ. അകവൂർ മനയിലെ നമ്പൂതിരി കാശിയിൽ പോയി ദീർഘകാലം ഭഗവാനെ ഭജിച്ച് താമസിച്ചു. പ്രായമായപ്പോൾ നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ച അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ പിരിയുന്നതോർത്ത് ദുഃഖിച്ചു. എന്നാൽ ഭഗവാൻ തൻ്റെ ഭക്തനോട് അരുളി ചെയ്തത് ഭക്തൻ്റെ കയ്യിലുള്ള ഓലക്കുടയിൽ ഇരുന്നു കൊണ്ട് താനും കൂടെ വരുമെന്നാണ്. അങ്ങനെ നമ്പൂതിരിയും അദ്ദേഹത്തിൻ്റെ സഹായിയായ അകവൂർ ചാത്തനും കൂടി തിരികെ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. യാത്രയ്ക്കിടയിൽ ഇവർ ഇപ്പോൾ ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. വിശ്രമിക്കാനായി ചാത്തൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന കുട താഴെ വെച്ചു. എന്നാൽ വിശ്രമം കഴിഞ്ഞ് കുട തിരികെ എടുക്കാൻ നോക്കിയപ്പോൾ അത് മണ്ണിൽ ഉറച്ചു പോയതായും അനക്കാൻ കഴിയാത്തതായും ചാത്തൻ കണ്ടു. സാക്ഷാൽ ഭഗവാൻ അവിടെ കുടികൊണ്ടു എന്ന് നമ്പൂതിരിക്ക് മനസ്സിലായി. ഈ സമയത്താണ് ചാത്തൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള ഒരു വൈരം ഉപയോഗിച്ച് മണ്ണിൽ കുഴിക്കാൻ തുടങ്ങി. ചാത്തൻ വൈരം കൊണ്ട് മണ്ണിൽ കുഴിച്ച ആ സ്ഥാനത്തു നിന്നും തെളിനീരിറവയുള്ള ഒരു വലിയ കുളം രൂപപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തിരു എന്ന പദത്തിനർത്ഥം പവിത്രമെന്നാണ്. പവിത്രമായ ആ വൈരം കൊണ്ട് നിർമ്മിച്ച കുളം എന്ന അർത്ഥത്തിൽ ആ സ്ഥലം തിരുവൈരാണിക്കുളം എന്ന് വിളിക്കപ്പെട്ടു. മറ്റൊരു വിശ്വാസം കൂടി ഇതിനോട് ചേർന്നുണ്ട്. ദേവി അന്തർധാനം ചെയ്ത ശേഷം ആ ചൈതന്യം കുളത്തിൽ നിന്നും ലഭിച്ച വൈരക്കല്ല് പോലെ തിളങ്ങുന്ന പ്രകാശമായി കണ്ടു എന്നും ആ വൈരത്തിൻ്റെ തിളക്കമുള്ള കുളം എന്ന അർത്ഥത്തിലാണ് പേര് വന്നതെന്നും പറയപ്പെടുന്നു. എന്തായാലും ഭക്തിയുടെ നിർമ്മലമായ പ്രകാശം പേരിനൊപ്പം ഇന്നും ആ നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നു.